ഹായ്, കാർഷിക ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കാർഷിക ചോദ്യോത്തര പരിപാടിയിൽ നിരവധി ആൾക്കാരാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 എപ്പിസോഡായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ചോദ്യോത്തര പരിപാടികൾ കാണണം. കണ്ടാൽ മാത്രം പോരാ, അത് ഷെയർ ചെയ്യണം, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്തായാലും ഒരു കമൻറ്റ് കൂടി ഉണ്ടാവണം. കാരണം ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വേണോ അതൊക്കെ പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി തുറന്നു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ശരൺരാജ് MR എന്നയാളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. എല്ലാ എപ്പിസോഡിലും ചോദ്യങ്ങൾ ചോദിക്കുകയും വീഡിയോകൾ കാണുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം, മഗ്നീഷ്യം സൾഫേറ്റ് ഫോളിയാർ വളമായി ഉപയോഗിക്കാമോ? ഈ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറോഫിൽ, അതായത് ഇലയ്ക്ക് പച്ചപ്പ് കൊടുക്കുന്ന ഒരു മൂലകമാണ്. അപ്പോൾ ഇലയ്ക്ക് പച്ചപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭാവ ലക്ഷണം നമ്മൾ പരിശോധിക്കണം. ഇലയിൽ ഞരമ്പുകൾ പച്ചയും അതിൻ്റെ ഇടഭാഗം മഞ്ഞയുമാണ് ഈ മഗ്നീഷ്യത്തിൻ്റെ അഭാവ ലക്ഷണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മഗ്നീഷ്യം ഫോളിയറായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അല്ല റെഗുലറായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമല്ല. മണ്ണിൽ ഉണ്ടാവാം, മണ്ണിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിൽ നിന്നും മറ്റു വളങ്ങളിൽ നിന്നും ഒക്കെ ചിലപ്പം മഗ്നീഷ്യം ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് ഇപ്പം ചാരമൊക്കെ ഇടുകയാണെങ്കിൽ ചാരത്തിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തന്നെ പല ജൈവവളങ്ങളിലുണ്ട്, കമ്പോസ്റ്റിലുണ്ട്. അപ്പം ഈ അഭാവ ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മഗ്നീഷ്യം കൊടുത്താൽ മതി. ആവശ്യാധിഷ്ഠിതമാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത്. വെറുതെ അനാവശ്യമായിട്ട് വെറുതെ എന്നാൽ ഇത്തിരി മഗ്നീഷ്യം ഇരിക്കട്ടെ, അല്ല ഇത്തിരി പൊട്ടാഷ്യം, അങ്ങനെയല്ല വളപ്രയോഗം. വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ആവശ്യാധിഷ്ഠിതമാണ്. അതിന് മണ്ണിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് അതിനാനുപാതികമായിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഫോളിയാർ വളമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ വാഴയ്ക്കും കുരുമുളകിനും കൊടുക്കേണ്ട ഡോസ് എത്രയാണ്? ഇപ്പോൾ വാഴയുടെ ഇല ഇതുപോലെ ഞരമ്പുകളെല്ലാം പച്ചയും ബാക്കിയുള്ള ഭാഗം മഞ്ഞയാണെങ്കിൽ ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഫോളിയാറായിട്ട് കൊടുക്കുക. അത് കുരുമുളകിനും ഇത് തന്നെ അളവ് തന്നെ. പക്ഷേ ഇത് പരിശോധിച്ചിട്ട് വേണം കൊടുക്കാൻ. അടുത്ത ചോദ്യം സുഭാഷ് മാധവൻ എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. 2 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, 18-9-18 എന്ന രാസവളത്തിന്റെ കോമ്പിനേഷൻ നമ്മൾ യൂറിയ, പൊട്ടാഷ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവ എത്ര അളവിൽ വാങ്ങിയാലാണ് ആവുക? 10 കിലോ 18-9-18 ഓരോന്നും എത്ര കിലോ വീതം വാങ്ങിയാണ് മിക്സ് ചെയ്യേണ്ടത്? സുഭാഷേ, അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മിക്സർ വളത്തിന്റെ ഒരു ശുപാർശയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വളത്തിന്റെ ആവശ്യമില്ല. തെങ്ങിന്റെ വള ശുപാർശയല്ല വാഴയ്ക്ക്, വാഴയുടെ അല്ല കുരുമുളകിന്, കുരുമുളകിന്റെ അല്ല മാവിന്, മാവിന്റെ അല്ല ഇഞ്ചിക്ക്. അപ്പോൾ ഓരോന്നിന്റെ വളത്തിന്റെ ശുപാർശ പ്രത്യേകമാണ്. അപ്പോൾ ആ ശുപാർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കേരളത്തിലെ എല്ലാ വിളകൾക്കും പ്രത്യേകമായിട്ടുള്ള വള ശുപാർശ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ മണ്ണിന്റെ പോഷകങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പട്ടികയാണ്. അപ്പോൾ ആ പട്ടിക പ്രകാരം ഒരു തെങ്ങിന് ആവശ്യമുള്ള വളം ഏതാണ്? നേർവളങ്ങൾ മാത്രം അതിന് അനുപാതികമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഉദാഹരണത്തിന് കുരുമുളകിന്റെ വള ശുപാർശ എന്ന് പറഞ്ഞാൽ 50-50-100 എന്നാണ്. എന്ന് പറഞ്ഞാൽ 50 നൈട്രജനും 50 ഫോസ്ഫറസും 100 പൊട്ടാഷും എന്നാണ് അളവ്. അപ്പോൾ ഈ 50 ഗ്രാം കിട്ടാൻ എത്ര യൂറിയ വേണം? അത് കണക്ക് കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ 50 ഗ്രാം ഫോസ്ഫറസ് കിട്ടാൻ എത്ര രാജ്ഫോസ് വേണം, അല്ലെങ്കിൽ എല്ലുപൊടി വേണം, അല്ലെങ്കിൽ മസൂറി ഫോസ് വേണമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയെടുക്കണം. അതേപോലെ തന്നെ പൊട്ടാഷ് 100 ഗ്രാം കിട്ടാൻ എത്ര വേണം? അത് നമ്മൾ ഇതുപോലെ മസൂറി ഫോസ് വാങ്ങിച്ചാൽ എത്ര വേണം? ഇങ്ങനെ കണക്ക് കൂട്ടി ഓരോ വിളയ്ക്കും ഇടലാണ് നല്ലത്. അല്ലാതെ ഈ മിക്സർ വളങ്ങൾ എല്ലാത്തിനും ഇടേണ്ട സാധനമല്ല മിക്സർ വളങ്ങൾ. അപ്പോൾ മിക്സർ വളങ്ങൾ അങ്ങനെ കൂട്ടി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിളയ്ക്കും ആ വള ശുപാർശയ്ക്ക് അനുസരിച്ചുള്ള നേർവളങ്ങൾ, സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ്, യൂറിയ, മസൂറി ഫോസ് അല്ലെ രാജ്ഫോസ്, പൊട്ടാഷ്, ഇത് 3 കൂടെ ചേരുമ്പോൾ NPK വളങ്ങളായി. പിന്നെയും വേറെ മൂലകങ്ങളൊക്കെ വേണം, സൂക്ഷ്മ മൂലകങ്ങൾ വേണം, സെക്കൻഡറി എലമെന്റ്സ് വേണം. ഇതെല്ലാം നമ്മൾക്ക് മണ്ണിലുണ്ടായാൽ മാത്രമേ നല്ലൊരു വിളവുണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു വളക്കൂട്ടുണ്ടാകുക, അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൃഷിഭവനിലുള്ള ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു കൃഷി വിദഗ്ധനോട് ചോദിക്കുക. നിങ്ങളുടെ വിളയുടെ വള ശുപാർശ ഏതാണെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ചുള്ള യൂറിയ എത്ര വേണം, രാജ്ഫോസ് എത്ര വേണം, പൊട്ടാഷ് എത്ര വേണം, മറ്റു വളങ്ങൾ എത്ര വേണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. അതിനനുസരിച്ച് വളം ചെയ്യലാണ് നല്ലത്. അല്ലാതെ ഈ മിക്സർ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. സുഭാഷ് മാധവന്റെ അടുത്ത ചോദ്യമാണ്,
നമ്മൾ മുകളിലേക്ക് മരത്തിൽ പിടിച്ചു കയറുന്ന കുരുമുളക് വള്ളി വേര് പിടിക്കാതെ താഴേക്ക് വരും. ചിലപ്പോൾ അത് മണ്ണിലൂടെ ചെന്തല പോലെ പറന്നു പോകും. ഇത് മുറിച്ചു നട്ടാൽ കായ്ക്കുമോ? കായ്ക്കും, യാതൊരു തർക്കവും ഇല്ലാതെ കായ്ക്കുന്നതാണ്. അതോ ചുമ്മാ വളർന്ന് കായ്ക്കാതെ ഇരിക്കുമോ? കായ്ക്കുമെന്ന് പറഞ്ഞല്ലോ. ചിലർ മുകളിലേക്ക് വളർന്ന് ചിനച്ച് കായ്ക്കുന്ന വള്ളികളെ മണ്ണ് കെട്ടിവെച്ച് വേര് പിടിപ്പിച്ച് നടുന്നത് കണ്ട് അത് അടിഭാഗം മുതൽ കായ്ക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും തലപ്പുകൾ മുറിച്ച് നട്ടാൽ, കുരുമുളകിന്റെ തലപ്പുകൾ മുറിച്ച് നട്ടാൽ കായ്ക്കും, നന്നായിട്ട് കായ്ക്കും. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. കുരുമുളകിന്റെ തലപ്പുകൾ പഴമക്കാർ നല്ലപോലെ കായ്ക്കുന്ന ഇനങ്ങളുടെ തലപ്പുകൾ മുറിച്ച് ഇങ്ങനെ തന്നെ നട്ടു വളർത്താറുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് CP ജോയി എന്ന ഒരാളാണ്. കുരുമുളക് കൃഷിയുടെ വളപ്രയോഗം എങ്ങനെയാണ്? കുരുമുളക് കൃഷിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളപ്രയോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കയറി കാണുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ചോദ്യം MHD റിസ്വാൻ എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. കുരുമുളക് ഒന്നിടവിട്ട വർഷങ്ങളിലാണ് കായ്ക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടോ? ഒന്നുകിൽ അത് ആ ഇനത്തിന്റെ സ്വഭാവദോഷമായിരിക്കാം. നിങ്ങളുടെ ഇത് ഒന്നിടവിട്ട വർഷങ്ങൾ കായ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അല്ലാതെ കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് കായ്ക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ നിങ്ങളുടെ പറമ്പിലുള്ള കുരുമുളകിന് എന്തോ ഇനവ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആൾട്ടർനേറ്റ് ബെയറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഇനമായിരിക്കാം. അതാണ് അതിന്റെ കാരണം. അടുത്ത ചോദ്യം രാമൻകുട്ടി എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. പേരയ്ക്കയുടെ അടിഭാഗത്ത് കറുത്ത് പൊട്ടിക്കീറി പോകുന്നു, എന്തുകൊണ്ട്? അത് ബോറോണിന്റെ ഡെഫിഷ്യൻസിയാണ്. ബോറോൺ എന്ന് പറഞ്ഞ മൂലകം വേണം. അതായത് NPK മാത്രം പോരാ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ, സെക്കൻഡറി എലിമെന്റ്സ് ഒക്കെ വേണം. അതിലെ സൂക്ഷ്മ മൂലകങ്ങളിലൊന്നോ ആണ് ബോറോൺ. വളരെ കുറഞ്ഞ അളവിൽ മതി. അപ്പം മറ്റ് വളങ്ങളൊക്കെ, അതായത് NPK വളങ്ങൾ, ജൈവ വളങ്ങൾ ഒക്കെ കൊടുത്തത് കൂടാതെ അത് കൊടുക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ സൂക്ഷ്മ മൂലക വളക്കൂട്ട് വാങ്ങിച്ച് ചുവട്ടിലിടാം. ഫ്രൂട്ട് പ്ലാന്റ്സിനായിട്ടുള്ള സൂക്ഷ്മ മൂലക വളക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് ചുവട്ടിലിടാം. അതൊരു ചെറിയ പേരയാണ്, ഒരു 10-20 ഗ്രാമൊക്കെ ചുവട്ടിലിട്ടാൽ മതി. ഫോളിയാറായിട്ട് ചെയ്യുകയാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ഫോളിയാറായിട്ട് കൊടുക്കാം. പിന്നെ അതല്ലാതെ ബോറോൺ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് സോല്യൂബോർ എന്ന് പറയുന്ന ഒരു മൂലകം വളം കിട്ടാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മാസത്തിൽ ഒരു തവണ വീതം പേരയിൽ തളിച്ചു കൊടുത്താൽ മതിയാവും. പക്ഷെ മറ്റു വളങ്ങളെല്ലാം കൊടുക്കണം മണ്ണിൽ. അടുത്ത ചോദ്യം കാവിൽക്കടവ് ഫാമിന്റെ ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുരുമുളകിന് മണ്ണിൽ കൊടുക്കേണ്ട കോംപ്ലക്സ് വളം ഏതാണ്? എത്ര അളവിൽ കൊടുക്കാം? ഇലകൾ കൊടുക്കേണ്ട ഫോളിയർ മൈക്രോ ന്യൂട്രിയൻസ് കൂടി പറഞ്ഞു തരണേ. കുരുമുളകിന്റെ വളപ്രയോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കോംപ്ലക്സ് വളം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. കോംപ്ലക്സ് വളം കൊടുക്കുന്നതിനും തെറ്റില്ല. അപ്പം കുരുമുളകിന്റെ ഒരു വള ശുപാർശ കേരള കാർഷിക സർവകലാശാലയുടെ സാധാരണ കുരുമുളകിന് 50-50-100 എന്നാണ്. അപ്പം അത് കിട്ടത്തക്ക രീതിയിൽ നേർവളങ്ങൾ വാങ്ങിച്ച് ചുവട്ടിലിടുകയും അതോടൊപ്പം തന്നെ ഒരു കുരുമുളകിന് വർഷകാല ആരംഭത്തിൽ ഒരു 1/2 കിലോ ഡോളമേറ്റ് ഇട്ട് മണ്ണിൻ്റെ പുളി കുറച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു 10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് കൊടുക്കണം. ആ ട്രൈക്കോഡർമ കമ്പോസ്റ്റിൽ തന്നെ ആവശ്യത്തിനുള്ള സൂക്ഷ്മ പോഷകങ്ങളൊക്കെ പിന്നെ ഈ കുരുമുളകിന് കിട്ടും. പോന്നു പോരാത്തതുണ്ടെങ്കിൽ നമുക്ക് ഫോളിയാറായിട്ട് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഇലകൾ തളിച്ചു കൊടുക്കാം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ ഒരു തവണ തിരി പിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരെണ്ണം ചെയ്യാം. ബോറോൺ അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് വേണം. പിന്നെ വല്ലാണ്ട് തിരി കൊഴിയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ സോല്യൂബോർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ തിരി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് തിരി പിടിക്കുന്ന സമയത്തും 1-2 തവണ വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്താൽ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. അടുത്ത ചോദ്യം പ്രിൻസ് സി പോൾ. ഇദ്ദേഹം മുമ്പ് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ള ആളാണ്. 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതും കുരുമുളകിനെ സംബന്ധിച്ചാണ്. കുരുമുളകിന്റെ രാസജൈവവളങ്ങൾ കൊടുക്കേണ്ട സമയം, അളവ് എന്നിവ ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങളുടെ ആ കുരുമുളകിന്റെ വീഡിയോയിൽ അത് വിശദമായിട്ട് പറയണ്ടത്, എപ്പോഴൊക്കെയാണ് വളം കൊടുക്കേണ്ടതെന്ന്. അത് ദയവായിട്ടൊന്ന് കാണുക. അടുത്ത ചോദ്യം അദ്ദേഹത്തിന്റെ തന്നെ പ്രിൻസ് സി പോളിന്റെയാണ്. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എത്ര നാൾ വരെ കേടുകൂടാതെ സൂക്ഷിക്കാം? ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 5-6 മാസം വരെ സൂക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇരിക്കും തോറും അതിനകത്തിലെ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ജീവിയുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലേ കഴിയുന്നത്ര വേഗം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പരമാവധി 6 മാസം വരെ വലിയ ചൂടൊന്നും അടിക്കാതെ
പിന്നെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണെങ്കിൽ 6 മാസം വരെയൊക്കെ ട്രൈക്കോഡർമ ജീവനോടുകൂടി അതിനകത്തുണ്ടാവും. അടുത്തത് ഷാജി വർഗീസ് എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്, കുമ്മായത്തിന് പകരം നീറ്റുവെക്ക ഉപയോഗിക്കാം. പലതവണ നമ്മൾ പറഞ്ഞു കുമ്മായ വസ്തുക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. കുമ്മായം, നീറ്റുവെക്ക, ഡോളമേറ്റ്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. മണ്ണിന്റെ അമ്ലത അഥവാ അസിഡിറ്റി കുറയ്ക്കുന്ന സാധനമാണ്. തീർച്ചയായിട്ടും കുമ്മായത്തിന് പകരം നീറ്റുവെക്ക ഉപയോഗിക്കാം. അടുത്ത ചോദ്യം കേസ് ഷീജ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, വീഡിയോ കണ്ടു, ഉപകാരപ്രദമാണ്, താങ്ക് യു. ഞങ്ങളുടെ സ്ഥലം പാലക്കാടാണ്. സ്ഥലം നെൽകൃഷി ചെയ്യുന്ന കണ്ടമാണ്, എന്നാൽ അത് അടിക്കണ്ടമല്ല. അതിൽ തെങ്ങ് വെച്ചിട്ടുണ്ട്, നന്നായി വരുന്നുണ്ട്. ഞാൻ പാലക്കാട് ജോലി ചെയ്തിട്ടുണ്ട്. മിക്കവാറും തെങ്ങുകൾ വയലിലെ വരമ്പുകളിൽ നന്നായിട്ട് കാഴ്ച നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം അത്തരത്തിലുള്ള നമ്മൾ തെങ്ങുംതോപ്പാന്ന് വിചാരിക്കും, പക്ഷെ നെല്ലിൻ്റെ സമയത്ത് ഈ തെങ്ങുംതോപ്പിലെല്ലാം നെല്ല് കാണും, നല്ലപോലെ വിളവെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചോദ്യം, എന്നാൽ പച്ചക്കറി ഫലവൃക്ഷങ്ങൾ ഒന്നും തന്നെ നന്നായി വരുന്നില്ല. അപ്പം ഈ മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ വയലിലെ മണ്ണാണ്. വയലിലെ മണ്ണിൽ, ചെളിമണ്ണിൽ അത് പിന്നെ ഇതിന് പറ്റിയ മണ്ണായതുകൊണ്ടല്ലായിരിക്കും ഈ പറയുന്ന പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും ഒക്കെ നന്നായി വരാത്തത്. ഞാനും കണ്ടിട്ടുള്ള തെങ്ങ് മാത്രമാണ്, മറ്റൊരു തരത്തിലുള്ള സാധനവും അവിടെ കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ വയൽ പ്രദേശങ്ങളിൽ. അപ്പം അത്തരം സ്ഥലത്ത് നമ്മൾ പിന്നെ അതിന് റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പച്ചക്കറി ചെയ്യേണ്ട സ്ഥലം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ചെയ്യുന്ന പാലക്കാട് ജില്ലയിൽ വടകരപ്പതിയാണ്. അവിടെ നന്നായിട്ട് പച്ചക്കറി ചെയ്യുന്ന, ഏക്കർ കണക്കിന് പച്ചക്കറി ചെയ്യുന്ന കൃഷിക്കാരുണ്ട്. ഞാൻ ആ കൃഷിഭവനിൽ ജോലി ചെയ്ത ആളാണ്, വടകരപ്പതി കൃഷി ഓഫീസറായിട്ടിരുന്ന ആളാണ്. എല്ലാ മണ്ണിലും എല്ലാം കൃഷി ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ഥലത്തിന് യോജിക്കുന്ന കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ മണ്ണിനും യോജിച്ച വിളകളാണുള്ളത്. അപ്പം ഓരോ മണ്ണിനും യോജിച്ച വിളകൾ കൃഷി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം ധനീഷ് നരേന്ദ്രൻ എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, ഈ മണ്ണ് പരിശോധന എന്ന് പറയുമ്പോൾ ഒരു തെങ്ങാണെങ്കിൽ തെങ്ങിന് നമ്മൾ പല വളങ്ങളും ചെയ്യും, എവിടെ നിന്നാണ് മണ്ണെടുത്ത് പരിശോധിക്കേണ്ടത്? അപ്പം മണ്ണ് സാമ്പിളിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ മണ്ണ് പരിശോധനയെ കുറിച്ചുള്ള വീഡിയോ ഉടൻ പ്രതീക്ഷിക്കാം, പറയാം. അടുത്ത അബൂബക്കർ കണ്ണൂർ എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് കവുങ്ങൾക്ക് ഓല പഴുത്ത് നശിച്ചു പോകുന്നു അവസ്ഥ. നിങ്ങൾ തന്നെ പറഞ്ഞു ബോർഡോമിസം അടിക്കാൻ. മഴക്കാലത്തെല്ലാം ഒലിച്ചു പോവുകയില്ലേ? ബോർഡോമിസം പിടിക്കാൻ പശ ചേർക്കണം. ആ പശയുടെ പേര് പറയാമോ? അപ്പം നമ്മൾ മഴക്കാല ആരംഭത്തിൽ തെങ്ങിനും കവുങ്ങിനും ഒക്കെ ബോർഡോമിസം അടിച്ചാൽ ഈ കുമിൾ രോഗങ്ങളെല്ലാം നമുക്ക് തടയാൻ പറ്റും. അപ്പം മഴക്കാലം ആരംഭത്തിൽ നിന്ന് അടിക്കണം, മഴയത്തടിക്കണം, മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിക്കണം. ഈ ബോർഡോമിസത്തിൽ ചേർക്കുന്ന പശ നമ്മുടെ വളക്കടകളിൽ, കീടനാശിനി കടകളിലൊക്കെ ഉണ്ട്. പശയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പേര് പറയുമ്പോൾ ആ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ പണ്ട് കാലത്ത് വജ്രപശ അല്ലെ അർപ്പൂസ് എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു നമ്മൾ ഈ ബോർഡോമിസത്തിൽ ചേർക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നല്ല ഒന്നാന്തരമായിട്ട് ഈ ബെറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ബെറ്റിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം വളക്കടകളിലൊക്കെ ഇതുണ്ട്. അത് 1 ലിറ്ററിന് 5 മില്ലി എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ മഴ പെയ്താലും ഒലിച്ചു പോകില്ല, സ്റ്റിക്കി ആയിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു പേരായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പല കമ്പനികളും ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ഏജൻറ്റുകൾ അല്ലെങ്കിൽ പശ വിപണിയിലുണ്ട്. നമുക്കത് വാങ്ങി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.